നമസ്കാരം. ഇന്നത്തെ ക്രൈം വാർത്തകളിലേക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഹരിപ്പാട്ട് വൃദ്ധയെ മരുമകൾ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പീപ്പിളിന്. മരുമകൾ ബബിത ഇപ്പോഴും ഒളിവിൽ. അഴീക്കോട് സദാചാര ഗുണ്ടാക്രമണത്തിൽ 5 പേർ പിടിയിൽ. പിടിയിലായത് അഴീക്കോട് സ്വദേശികൾ. ആളൊഴിഞ്ഞ വീട്ടിൽ 1.5 ടൺ റേഷനറി പൂഴ്ത്തിവെച്ച് മറിച്ചു വിൽക്കാൻ നീക്കം. മറയൂരിലെ റേഷൻ കട ഉടമയും വീട്ടുടമയും പിടി. ജല്ലിക്കെട്ടിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ പ്രക്ഷോഭം തുടരുന്നു. ചെന്നൈ മറീന ബീച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാനെ കോടതി വെറുതെ വിട്ടു. വിധി പ്രസ്താവം 18 വർഷങ്ങൾക്ക് ശേഷം. ഹരിപ്പാട് വൃദ്ധയെ മരുമകൾ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭ്യമായി. മരുമകൾ ബബിത ഇപ്പോഴും ഒളിവിലാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഹരിപ്പാട് വൃദ്ധമാതാവിനെ മരുമകൾ ക്രൂരമായി പീഡിപ്പിച്ചത്. ശാരീരികമായും മാനസികമായും പീഡനമേൽക്കേണ്ടി വന്ന ഈ വൃദ്ധ ഇപ്പോഴും ചികിത്സയിലാണ്. മരുമകളുടെ പീഡന ദൃശ്യങ്ങൾ പുറത്തുവരികയും അമ്മായിയമ്മ മരുമകൾക്കെതിരെ മൊഴി നൽകിയതിനു ശേഷമാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും മരുമകളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മരുമകൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഇവരുടെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരുമകളുടെ കൂടുതൽ ക്രൂരത തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മരുമകൾ വൃദ്ധയായ അമ്മായിയമ്മയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിൻ്റെയും വീടിനുള്ളിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവരുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരിസരവാസികളാണ് ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി മരുമകൾ അമ്മായിയമ്മയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മകൻ വിദേശത്ത് പോയതിനു ശേഷമാണ് മരുമകളുടെ പീഡനമുറകൾ ആരംഭിച്ചതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്നാൽ പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃശൂർ അഴീക്കോട് മധ്യവയസ്കൻ സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായ സംഭവത്തിൽ 5 പേർ പിടിയിലായി. കോഴിക്കോട് സ്വദേശികളായ ബാബു, സിയാദ്, മിഖിൽ, ഷിക്കു, സായികുമാർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. ശനിയാഴ്ച രാത്രിയാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് മെനൻ ബസാർ സ്വദേശി സലാമിനെ നഗ്നനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഇന്നലെ രാത്രിയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധം കൊടുങ്ങല്ലൂരിൽ സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. അസമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെന്നാരോപിച്ചാണ് മേനോൻ ബസാർ സ്വദേശി സലാമിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. വടക്കേ ഇന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള തരത്തിൽ ആക്രമിച്ച് അവശനാക്കിയ ശേഷം വിവസ്ത്രനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു. അകാരണമായാണ് മർദ്ദനം ആരംഭിച്ചതെന്നും നേരിട്ടറിയാവുന്നവരും സംഘത്തിലുണ്ടായിരുന്നുവെന്നും സലാം പറയുന്നു. ബാബു അയാളെ വീടിൻ്റെ ഭാഗത്ത്, അയാളെ ഭാര്യ നിൽക്കുന്ന വീടിൻ്റെ ആ ഭാഗത്ത് ആക്കിയിട്ട് ഞാനിപ്പോൾ വരെ സലാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന ഇയാൾ ഗുണ്ടകളായിട്ടാണ് എന്നെ ഇരുമ്പൊടിക്ക് മർദ്ദിക്കുകയും എൻ്റെ പല്ലുകൾ നഷ്ടപ്പെടുത്തുകയും ഒന്നാളെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മർദ്ദനത്തിൽ ദേഹമാസകലം പരിക്കേറ്റ സലാമിന്റെ 3 പല്ലുകൾ അടർന്നു പോയി. മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ മോചിതനായ സലാമിനെ ഗുരുതരാവസ്ഥയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആളൊഴിഞ്ഞ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 1.5 ടൺ റേഷനറി പോലീസ് പിടികൂടി. മറയൂരിലാണ് അരി പൂഴ്ത്തിവയ്പ് കണ്ടെത്തിയത്. കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യാതെ അരി മറിച്ചു വിൽക്കാനായിരുന്നു ശ്രമം. ഇടുക്കി മറയൂർ പുളിക്കരവയൽ സ്വദേശി ഇളങ്കോയുടെ ആൾതാമസമില്ലാത്ത വീട്ടിനുള്ളിൽ നിന്നാണ് ചാക്കുകളിൽ നിറച്ച 1.5 ടൺ റേഷനരി പിടിച്ചെടുത്തത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ചട്ടമൂന്നാറിലെ രാജ് ബോൺസെയുടെ ലൈസൻസിയിലുള്ള 83-ാം നമ്പർ റേഷൻ കടയിലേക്ക് വിതരണത്തിനായി നൽകിയ അരിയാണിത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ അരി പൂഴ്ത്തിവെച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി പുളിക്കരവയലിലെത്തി വീട് തുറന്ന് പരിശോധന നടത്തുകയും വീട് സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ബുധനാഴ്ച ദേവികുളം റേഷൻ ഇൻസ്പെക്ടർ കെ.സി. വിനോദ് എത്തി പരിശോധന നടത്തിയതിൽ റേഷൻ കട മുഖേന കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനായി സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് നൽകിയ അരിയാണിതെന്ന് തെളിഞ്ഞു. തുടർന്ന് 1.5 ടൺ അരിയും മറയൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് റേഷൻ കട മുഖേന വിതരണത്തിനായി എത്തിച്ച കേന്ദ്ര വിഹിതത്തിൽപ്പെട്ട അരിച്ചാക്കുകളാണ് റേഷൻ കടയിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത്. കാർഡുടമകൾക്ക് നൽകാതെ അരി മറിച്ചു വിൽക്കാനായിരുന്നു ശ്രമം. കടയുടമയ്ക്കും വീട്ടുടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറയൂർ SI KA ഷാജി, ഗ്രേഡ് SI സണ്ണിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കടത്താൻ ശ്രമിച്ച റേഷനരി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സംഭവത്തിൽ മുൻമന്ത്രി അനൂപ് ജേക്കബിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷൻ കടയുടമ എന്നിവരെയും പ്രതി ചേർക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പെരിങ്ങാശ്ശേരിയിലെ റേഷൻ കട സസ്പെൻഡ് ചെയ്യാൻ DSO ഉത്തരവിട്ടത്. എന്നാൽ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് ഈ ഉത്തരവ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ തൊടുപുഴ സ്വദേശി അഗസ്റ്റി സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ബാർ, ബിയർ, വൈൻ പാർലറുകൾക്ക് ബാധകമല്ലെന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന. മദ്യം വിളമ്പുന്ന ഹോട്ടലുകൾക്ക് ലൈസൻസ് പുതുക്കി ലഭിക്കാൻ തടസ്സമില്ലെന്നുമുള്ള നിയമോപദേശം എക്സൈസ് വകുപ്പിന് കൈമാറിയെന്ന് കേരള ഹോട്ടൽ ഇൻഡസ്ട്രിയസ് അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളെ കണക്കിലെടുത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ് ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ പൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഹോട്ടലുകൾക്ക് ബാധകമാവില്ല എന്ന നിയമോപദേശം ലഭിച്ചത്. മദ്യവിൽപ്പനശാലകളെ കുറിച്ചാണ് ഉത്തരവിൽ പരാമർശമെന്നും മദ്യം വിളമ്പുന്ന ഹോട്ടലുകൾ ഇവയിൽ പെടില്ലെന്നും വ്യക്തമാക്കുന്ന നിയമോപദേശം സംസ്ഥാന ഘടകങ്ങൾക്കും അസോസിയേഷൻ കൈമാറി. ഇത് എക്സൈസ് വകുപ്പിന് നൽകിയെന്ന് കേരള ഹോട്ടൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ വിളമ്പുന്നവരെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, വിൽക്കുന്നവരല്ല. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന വിൽക്കുന്നവരെ കുറിച്ചാണ്, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് സുപ്രീം കോടതി വിധി അവരുടെ മുഴുവൻ പേജുകളിലും. അതിന്റെ വിധിയുടെ കോപ്പി ഉണ്ട്, ഇപ്പോൾ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും മെയിൽ അയച്ചു തരാം. ബാർ, ബിയർ, വൈൻ പാർലറുകൾക്ക് നിലവിൽ മാർച്ച് 31 വരെ പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷയ്ക്കൊപ്പം നിയമോപദേശം കൂടി പരിഗണനയിൽ എടുക്കണമെന്ന് അസോസിയേഷൻ എക്സൈസ് വകുപ്പിനോട് അഭ്യർത്ഥിച്ചു. ജസ്റ്റിസ് അജിത് പ്രകാശ് ഷാ, പരീഖാൻ കമ്പനി എന്നിവരാണ് കോടതി ഉത്തരവ് ഹോട്ടലുകൾക്ക് ബാധകമാവില്ലെന്ന് നിയമോപദേശം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി. സർക്കാർ ഫയലുകളിൽ തിരിമറി നടത്തിയെന്നും വ്യാജരേഖ ചമച്ചുമെന്നാണ് ആരോപണം. പരാതിയിൽ ഈ മാസം 27 നിലപാട് അറിയിക്കാൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിനെ നീക്കിയതിന് പിന്നിൽ ക്രമക്കേട് ആരോപിച്ചുള്ള ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഹർജിയിലെ ആരോപണങ്ങൾ ഇവയാണ്. TP സെൻകുമാറിനെതിരെ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും തുടർന്ന് 2016 മെയ് 30 സെൻകുമാറിനെ മാറ്റുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ഫയലുകൾ ചീഫ് സെക്രട്ടറി മുഖേന മുഖ്യമന്ത്രിക്ക് പോകണമെന്നിരിക്കെ ആഭ്യന്തര സെക്രട്ടറി ഇത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയായിരുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമാണ് ജിഷ വധക്കേസിലും പുറ്റിങ്ങൽ കേസിലും DGP വീഴ്ച വരുത്തിയെന്ന് പരാമർശമുള്ള റിപ്പോർട്ട് നളിനി നെറ്റോ തയ്യാറാക്കിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. സിവിൽ സർവീസ് ബോർഡ് രൂപീകരിച്ച് പോലീസ് മേധാവിയെ മാറ്റാൻ സുപ്രീം കോടതി അനുവദിക്കുന്നില്ലെന്നിരിക്കെ ആഭ്യന്തര സെക്രട്ടറി ഈ ബോർഡ് രൂപീകരിച്ചാണ് സെൻകുമാറിനെ നീക്കിയതെന്നും ഹർജിയിൽ പറയുന്നു. വിവിധ ആരോപണങ്ങളിൽ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടും ഈ ഫയലുകൾ പൂഴ്ത്തിയെന്നും പരാതിയിൽ പറയുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് സ്വജനപക്ഷപാതം കാണിക്കുന്നതിന് നളിനി നെറ്റോയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമാണ് തിരുവനന്തപുരം സ്വദേശി സതീഷ് വസന്ത് ഉന്നയിക്കുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാനെ കോടതി വെറുതെ വിട്ടു. രാജസ്ഥാനിലെ ജോധ്പൂർ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. സംഭവം നടന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പ്രസ്താവിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം സൽമാൻ നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൈവശം വെച്ചു എന്ന കേസിലാണ് ബോളിവുഡ് താരം സൽമാൻ ഖാനെ കോടതി വെറുതെ വിട്ടത്. 1998 ജോധ്പൂരിലെ കങ്കണി ഗ്രാമത്തിൽ ഹം സാത്ത് സാത്ത് ഹേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയിരുന്നു. വേട്ടയാടാൻ ഉപയോഗിച്ച തോക്ക് ലൈസൻസ് കാലാവധി കഴിഞ്ഞിരുന്നു എന്നതായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ഈ കേസിനെ തുടർന്നുള്ള വിധിയാണ് ഇന്ന് ജോധ്പൂർ കോടതി പുറപ്പെടുവിച്ചത്. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ജോധ്പൂർ കോടതി സൽമാൻ ഖാനെ വെറുതെ വിടുകയായിരുന്നു. പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും തെളിവുകൾ ഹാജരാക്കാൻ പരാജയപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നേരത്തെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ രാജസ്ഥാൻ വിചാരണ കോടതി സൽമാൻ ഖാനെ 5 വർഷം ശിക്ഷിച്ചിരുന്നു. തുടർന്ന് സൽമാൻ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയും ഹൈക്കോടതി സൽമാൻ ഖാനെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. 2002 വാഹനമോടിച്ച് കയറ്റി ഒരാൾ മരിച്ച കേസിലും സൽമാൻ ഖാനെതിരെ നിലവിലുണ്ടായിരുന്ന കേസുകളിലൊക്കെ തന്നെയും കോടതി വെറുതെ വിട്ടിരുന്നു. അതിനെതിരെ പ്രതിഷേധം പരോക്ഷമായും പ്രത്യക്ഷമായും ഉയർന്നു വരുമ്പോഴും വരാനിരിക്കുന്ന ജോധ്പൂർ കോടതിയിലെ വിധിയും സൽമാൻ ഖാന് അനുകൂലമാകുമെന്ന നേരത്തെ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ജല്ലിക്കെട്ട് നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച
തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രക്ഷോഭം രണ്ടാം ദിനത്തിലും ശക്തമാണ്. തമിഴ് ജനതയുടെ സംസ്കാരവും ജീവിതവുമാണ് ജല്ലിക്കെട്ടെന്ന് പ്രഖ്യാപിച്ച് ഇന്നും നിരവധി പേരാണ് തെരുവിലിറങ്ങിയത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പിന്തുണയുമായി എത്തി. അതേസമയം ചെന്നൈ മറീന ബീച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ജല്ലിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് ഇന്നും നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജല്ലിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് മറീന ബീച്ചിൽ ആരംഭിച്ച പ്രക്ഷോഭം തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റയുടെ ഹർജിയിന്മേൽ 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. എന്നാൽ പൊങ്കലിനോടനുബന്ധിച്ച് ജല്ലിക്കെട്ട് നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് സംഘടിതമായ പ്രക്ഷോഭം ഉയരുകയായിരുന്നു. ഇതിനിടെ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, സൂര്യ തുടങ്ങി സൂപ്പർ താരങ്ങളടക്കം നിരവധി പ്രമുഖരും രംഗത്തെത്തി. ജല്ലിക്കെട്ടിനു വേണ്ടി തെരുവിലിറങ്ങുന്ന യുവജനത ഒറ്റപ്പെട്ടവരല്ല എന്നാണ് സൂപ്പർ സ്റ്റാർ സൂര്യ പറഞ്ഞത്. ഇത് തമിഴകത്തിന്റെ പൊതുവികാരമാണ്. ജല്ലിക്കെട്ടിന്റെ പേരിൽ പെറ്റ നടത്തുന്നത് കള്ളപ്രചരണമാണ്. ജല്ലിക്കെട്ട് നിരോധിച്ചാൽ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണെന്നും പ്രതിഷേധത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. തമിഴന്റെ ഐഡന്റിറ്റിയാണ് ജല്ലിക്കെട്ടെന്നാണ് വിജയ് പ്രതികരിച്ചത്. പെറ്റയെ നിരോധിക്കാൻ തമിഴ്നാട്ടിൽ ഉയരുന്ന ആവശ്യത്തിനും വിജയ് പിന്തുണ അറിയിച്ചു. പെറ്റ നിരോധിച്ചാൽ തമിഴ്നാട് സന്തോഷിക്കുമെന്നായിരുന്നു താരത്തിന്റെ അഭിപ്രായം. ഭക്ഷണത്തിനു വേണ്ടി പശുക്കളെ കൊല്ലുന്നത് നിർത്തുമോ എന്നാണ് മൃഗസ്നേഹികളോട് ഉലകനായകൻ കമൽഹാസൻ ചോദിച്ചത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്റ്റൈൽ മന്നൻ രജനീകാന്തും ജല്ലിക്കെട്ടിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. തമിഴ് സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലായി ജല്ലിക്കെട്ട് തുടർന്നു പോകണമെന്ന അഭിപ്രായമാണ് രജനീകാന്ത് പങ്കുവച്ചത്. ജല്ലിക്കെട്ട് എന്ന പേരിൽ ഒരു പാട്ട് തന്നെ ചെയ്തുകൊണ്ടാണ് ജല്ലിക്കെട്ട് വിവാദത്തിൽ യുവൻ ശങ്കർ രാജ തന്റെ പ്രാതിനിധ്യം അറിയിച്ചത്. സിനിമാ ലോകത്തു നിന്നും പ്രതിഷേധത്തിന് പിന്തുണയേറിയതോടെ വികാരപരമായി തന്നെ തമിഴ് ജനത പ്രതിഷേധത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. കാൺപൂർ ട്രെയിൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായി. കഴിഞ്ഞ നവംബറിൽ കാൺപൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണെന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരാൾ വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നു. സ്ഫോടക വസ്തുക്കളുമായാണ് ഇയാൾ പിടിയിലായത്. രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഭീകരാക്രമണത്തിന് ISI പദ്ധതിയിട്ടിരുന്നതായും പിടിയിലായയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. കാൺപൂർ ട്രെയിൻ അപകടത്തിന് പിന്നിൽ പാക് ചാര സംഘടനയായ ISIക്ക് പങ്കുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അപകടത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സംശയിക്കുന്നതായി ബീഹാർ പോലീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 പേരാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയത്. അട്ടിമറിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് സംശയത്തെ തുടർന്ന് പിടിയിലായവരിൽ ചിലരും പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നെന്ന് പോലീസ് പറയുന്നു. റെയിൽപാളത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പ്രഷർ കുക്കർ വെക്കുകയാണുണ്ടായതെന്ന് അറസ്റ്റിലായ 3 പേരിൽ ഒരാൾ പറഞ്ഞതായി ഭീകരവിരുദ്ധ സ്ക്വാഡിലെ അംഗം വെളിപ്പെടുത്തി. പണത്തിനു വേണ്ടിയാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് മൊഴി. ഉത്തർപ്രദേശിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, NIA എന്നിവയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ വാടകയ്ക്കെടുത്തവരുടെ ആസ്ഥാനം നേപ്പാളാണെന്നും ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നതെന്നും ദുബൈയിലേക്ക് നിർദ്ദേശങ്ങൾ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നും പോലീസ് പറയുന്നു. നവംബർ 20-നുണ്ടായ അപകടത്തിൽ 140 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത്. എന്നാൽ പാളത്തിലുണ്ടായ വിള്ളലാണ് അപകടത്തിന് കാരണമെന്നാണ് റെയിൽവേ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. നൈജീരിയയിൽ ബോക്കോഹറം തീവ്രവാദികളെ നേരിടാനുള്ള വ്യോമസേനാ വിമാനത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിയ ബോംബ് അഭയാർത്ഥി ക്യാമ്പിൽ വീണ് 100-ലധികം പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് സംഭവം. അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ബോക്കോഹറാം തീവ്രവാദികളുടെ താവളം. തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിനിടെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ അബദ്ധത്തിൽ ബോംബ് വർഷിക്കുകയായിരുന്നുവെന്ന് വ്യോമസേന വിശദീകരണം നൽകി. ആക്രമണത്തിൽ സൈന്യത്തെ നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുകയും ക്രൂരപീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന ബോക്കോഹറാം തീവ്രവാദികൾക്കു നേരെ നൈജീരിയൻ സർക്കാർ നിരന്തര പോരാട്ടത്തിലാണ്. സൈന്യവും വ്യോമസേനയും നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർക്ക് ഇതിനു മുൻപും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വന്തം പക്ഷത്തുള്ളവരെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇതാദ്യമായാണ് നൈജീരിയൻ സർക്കാർ സമ്മതിക്കുന്നത്. റെഡ് ക്രോസിന്റെ സന്നദ്ധ പ്രവർത്തകരും ഡോക്ടർമാരും ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്റർനാഷണൽ ഡെസ്ക്. ബീഹാറിൽ 12-കാരിയായ വിദ്യാർത്ഥിനിയെ പ്രിൻസിപ്പലും 3 അധ്യാപകരും ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ബീഹാറിലെ ജഹാനാബാദിലാണ് സംഭവം. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവർ ഒളിവിലാണ്. ബീഹാറിലെ സ്കൂൾ വിദ്യാർത്ഥിനിയായ 12-കാരിയെയാണ് 4 അധ്യാപകർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. ബീഹാറിലെ ജഹനാബാദ് ജില്ലയിലാണ് സംഭവം. കാക്കോ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാനാധ്യാപകൻ അജു അഹമ്മദ്, അധ്യാപകരായ അതുൽ റഹ്മാൻ,
അബ്ദുൽ ബാരി, MD ഷൌക്കത്ത് എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തത്. സ്കൂൾ കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി തനിച്ചായപ്പോഴായിരുന്നു സംഭവം. ഞായറാഴ്ച വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഉണ്ടെന്ന് പ്രധാനാധ്യാപകൻ അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ സ്കൂളിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയെ പ്രതി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലെത്തിച്ചാണ് കൃത്യം നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ PK ശ്രീവാസ്തവ പറഞ്ഞു. अभी तो इनके द्वारा बताया गया कि फैयाल जो है काको थाना में दिए हुए हैं, काको थाना से वहाँ के देखते हैं, उसके बाद से पता चल पाएगा। तो मतलब जो आरोपी हैं वो मतलब गिरफ्त में आए हैं या नहीं? अभी तो FIR ही मुझे नहीं मिल पाई है, इसके बारे में आगे विस्तृत अनुसंधान के बाद ही पता चल। പീഡനത്തിനിരയായ പെൺകുട്ടിയെ അമ്മയും സ്കൂളിലെ മറ്റൊരു അധ്യാപികയും ചേർന്ന് കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൽ പിടിയിലാകാനുള്ളവർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്. തെന്മല ഹാരിസൺ എസ്റ്റേറ്റിൽ ആൺപുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. എസ്റ്റേറ്റ് കെട്ടിടത്തിനോട് ചേർന്നാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. 6 വയസ്സ് പ്രായം വരുന്ന പുലിയാണ് ചത്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസുഖബാധയെ തുടർന്നാണ് പുലി ചത്തതെന്നാണ് നിഗമനം. തെന്മല ഹാരിസൺ എസ്റ്റേറ്റ് ഡിവിഷൻ 2 തൊഴിലാളികളാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. രാവിലെ 6 മണിക്ക് അങ്ങോട്ട് കാട്ടിൽ പോകുമ്പോൾ കിടപ്പുണ്ട്, ചത്താന്നോ എന്തോന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ എളുപ്പം ഞാനങ്ങ് പോയി. പുലിയുടെ ശല്യം തോട്ടം മേഖല രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതി ചത്തെന്നുള്ളത് ഇപ്പം ഓരോരുത്തർ വന്ന് പശു അടിച്ചായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാം. പാന്തേര ടൈഗ്രസ് ഇനത്തിൽപ്പെട്ട ആൺപുലിക്ക് 6 വയസ്സ് പ്രായം വരും. ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പാലോട് എത്തിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പുലിയുടെ ആന്തരിക അവയവങ്ങളിൽ പുഴുക്കളെ കണ്ടെത്തി. രോഗബാധയെ തുടർന്നാണ് പുലി ചത്തതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. അതേസമയം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഭീതിയിലാണ്. എസ്റ്റേറ്റിൽ ഇനിയും പുലി എത്തിയേക്കാമെന്ന ആശങ്കയിലാണവർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ വിൽക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ 5 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ 25% ഓഹരികൾ വിൽക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയത്. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിയന്ത്രണം വൻതോതിൽ വർദ്ധിക്കുന്നതിനാണ് സർക്കാർ തീരുമാനം വഴിവെക്കുക. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ നടപടി. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ വിൽക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിന്റെ ആദ്യപടിയെന്നോണം 5 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ 25% ഓഹരികൾ വിൽക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഇതിനായി ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ, നാഷണൽ ജനറൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷ്യൂറൻസ് എന്നീ കമ്പനികളെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യും. നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരികൾ സിംഗപ്പൂർ കമ്പനികൾക്ക് വിൽക്കാൻ തീരുമാനം കൈക്കൊണ്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 1794 കോടി രൂപയുടെ SBI ഇൻഷുറൻസ് ഓഹരികൾ വിൽക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ കൂടി വിൽക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിവാദമായ ഷീന ബോറ കൊലക്കേസിൽ പ്രതികളായ ഇന്ദ്രാണി മുഖർജി, ഭർത്താവ് പീറ്റർ മുഖർജി എന്നിവർക്ക് മേൽ കൊലക്കുറ്റം ചുമത്തി. മുംബൈ CBI പ്രത്യേക കോടതിയുടേതാണ് നടപടി. വിവാദമായ ഷീന ബോറ കൊലക്കേസിലാണ് പ്രതികളായ ഇന്ദ്രാണി മുഖർജി, ഭർത്താവ് പീറ്റർ മുഖർജി എന്നിവർക്കുമേൽ മുംബൈ CBI കോടതി കൊലക്കുറ്റം ചുമത്തിയത്. കൊലക്കുറ്റത്തിനു പുറമെ ഇരുവർക്കുമെതിരെ ഗൂഢാലോചനാ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇന്ദ്രാണി മുഖർജിയുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും കേസിൽ പ്രതിയാണ്. അതേസമയം 3 പേരും കുറ്റം നിഷേധിച്ചു. അടുത്ത വാദത്തിൽ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടിരിക്കുന്നത്. കുറഞ്ഞത് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയെങ്കിലും ലഭിക്കുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം പറയുന്നു. 2012 ഏപ്രിൽ 24 ഷീന ബോറ കൊല്ലപ്പെട്ടത്. അമ്മ ഇന്ദ്രാണി, മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്ന, മുൻ ഡ്രൈവർ ശ്യാംവർ റായ് എന്നിവർ ഷീനയെ കാറിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം റായ്ഗഡിലെ വനമേഖലയിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞുവെന്നാണ് കേസ്. ഷീന ബോറയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന ഇന്ദ്രാണി മുഖർജിയുടെ ഡ്രൈവർ ശ്യാംവർ റായുടെ വെളിപ്പെടുത്തലോടെയാണ് കേസിന് പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. കൊലപാതകത്തിലെ തന്റെ പങ്കിനെക്കുറിച്ചും ഇയാൾ കോടതിയോട് വ്യക്തമാക്കിയിരുന്നു. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ദ്രാണിയുടെ ആദ്യ വിവാഹ ബന്ധത്തിലുള്ള മകളായ ഷീനയും സ്റ്റാർ ഇന്ത്യ മുൻ മേധാവി പീറ്റർ മുഖർജിയുടെ ആദ്യ ഭാര്യയിലെ മകനായ രാഹുലും തമ്മിലുള്ള അടുപ്പത്തിൽ ഇരുവർക്കും കടുത്ത എതിർപ്പായിരുന്നു. ഇതാണ് ഷീനയുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് CBI പറയുന്നത്. ഷീനയുടെ കൊലപാതകത്തെപ്പറ്റി ഭർത്താവ് പീറ്റർ മുഖർജിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. മൃതദേഹം ഉപേക്ഷിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം, അതിന്റെ വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങൾ എന്നിവ യഥാസമയം ഇന്ദ്രാണി ഭർത്താവിനെ ഫോണിൽ അറിയിച്ചിരുന്നതായും CBI കുറ്റപത്രത്തിൽ പറയുന്നു. കേസ് ഫെബ്രുവരി 1 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്. നോട്ടുമാറ്റത്തിന്റെ
നോട്ട് മാറ്റത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ച് ഘടകകക്ഷിയായ ശിവസേന രംഗത്ത്. നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയെ മോദി നാഗസാക്കിയും ഹിരോഷിമയുമാക്കിയെന്ന് ശിവസേന ആരോപിക്കുന്നു. ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയുടെ മുഖപത്രമായ സാമ്നയുടെ പുതിയ ലക്കത്തിലാണ് നോട്ട് മാറ്റത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനമുയരുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാഗസാക്കിയിലും ഹിരോഷിമയിലും പതിച്ച അണുബോംബുകൾക്ക് തുല്യമാണ് മോദിയുടെ നോട്ടുമാറ്റം. നവംബർ 8 പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യയെ അണുബോംബ് വീണ് നാമാവശേഷമായ നാഗസാക്കിയും ഹിരോഷിമയുമാക്കി നരേന്ദ്രമോദി. പ്രചാരത്തിലിരുന്ന 85% നോട്ടുകളും പിൻവലിച്ചതിലൂടെ രാജ്യത്തെ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു. എതിർ ശബ്ദമുയരാതിരിക്കാൻ കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരെ മന്ത്രിസഭയിൽ എടുത്തതുപോലെയാണ് റിസർവ് ബാങ്ക് ഗവർണറെ മോദി തെരഞ്ഞെടുത്തത്. ഊർജിത് പട്ടേൽ ഗവർണറായതോടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ലോകത്തിനു മുമ്പിൽ നാണം കെട്ടെന്നും മുഖപ്രസംഗത്തിലൂടെ ശിവസേന വിമർശിക്കുന്നു. ആരും പറയുന്നത് കേൾക്കാത്ത മോദി സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ പോലും ചെവിക്കൊണ്ടില്ല. നോട്ടുമാറ്റത്തെ പിന്തുണച്ച ശരത് പവാറിന്റെ NCPയെയും ശിവസേന പരിഹസിക്കുന്നുണ്ട്. 500,000 നോട്ടുകൾ പിൻവലിച്ചതു മുതൽ മോദിക്കെതിരെ വിമർശനവുമായി NDA ഘടകകക്ഷിയായ ശിവസേന രംഗത്തുണ്ട്. പല അനുനയ നീക്കങ്ങളും BJP നടത്തിയെങ്കിലും ശിവസേന വഴങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്നയിലെ മുഖപ്രസംഗം. വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന അരുൺ ഷൂറി നോട്ടുമാറ്റത്തെ കഴിഞ്ഞ 70 വർഷത്തെ മണ്ടൻ തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. റിസർവ് ബാങ്ക് ഗവർണർ ധനകാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താനാകില്ലെന്ന് RBI. രാജ്യരക്ഷയെയും സാമ്പത്തിക താൽപര്യത്തെയും അപകടത്തിലാക്കുമെന്ന വിചിത്രമായ വാദം ഉന്നയിച്ചാണ് വിവരം നിഷേധിച്ചിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട രേഖകൾ സെക്ഷൻ 8(1)A അനുസരിച്ച് നൽകാനാകില്ല എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിന്ന് അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച മറുപടി. എന്നാൽ ഈ വകുപ്പ് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ബാധിക്കുന്നതും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രതിപാദിക്കുന്നത്. എന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ വിവരാവകാശ നിയമം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചോദിക്കാതെ തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്ന് നിയമം അനുശാസിക്കുകയും തങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. എന്തുകൊണ്ട് രാജ്യത്തെ വളരെ പ്രതികൂലമായി ബാധിച്ച ഒരു തീരുമാനത്തെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ രേഖകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു എന്ന് അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് DB ബിനു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗം പ്രൊഫസർ ശ്രീധർ ആചാര്യാലുവിനെതിരെയുണ്ടായ നടപടി ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകുന്നതിന് വിലങ്ങുതടിയാണ്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അവസരം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവിട്ട കമ്മീഷണറെ അതിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റുന്ന അസാധാരണമായ ഒരു നടപടിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ സ്വീകരിച്ചത്. നോട്ട് നിരോധനത്തിൽ RBI കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ RBIയെയും പഴിചാരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനത്തിന് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJPയുടെ രാഷ്ട്രീയ പ്രമേയം. പുരസ്കാരങ്ങൾക്ക് മുൻപിൽ സാംസ്കാരിക നായകർ മനുഷ്യത്വം പണയം വെക്കുന്നുവെന്നും ഇവരുടെ നീതിബോധം കേരളീയ സമൂഹം വിലയിരുത്തണമെന്നുമാണ് പ്രമേയത്തിലെ പരാമർശം. ഒരു റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. CK പത്മനാഭനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ കഴിയാതെ പോയതിൽ ഇടഞ്ഞു നിൽക്കുന്ന RSSനെ അനുനയിപ്പിക്കാനാണ് കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ BJP രാഷ്ട്രീയ പ്രമേയത്തിലൂടെ വാളോങ്ങുന്നത്. MTയെയും കമലിനെയും കടന്നാക്രമിച്ച AN രാധാകൃഷ്ണന്റെ നിലപാടിനെയാണ് രാഷ്ട്രീയ പ്രമേയം പരോക്ഷമായി പിന്തുണയ്ക്കുന്നത്. ഒപ്പം CKPക്കെതിരെയുള്ള താക്കീതും. മോഡിയെ എതിർക്കുന്നവർ എന്നും സംഘപരിവാരത്തിന്റെ കണ്ണിലെ കരടാണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം നൽകുന്ന സന്ദേശം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണത്തെ അപവാദം പ്രചരണം കൊണ്ട് CPMന്റെ നാവുകളായി മാറി തടയാൻ പരിശ്രമിച്ചതിനോട് കേരളത്തിന് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവരുടെ ശബ്ദം കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിൽ വായില്ലാ കുഞ്ഞിലപ്പന്മാരെ പോലെ എഴുത്തുമുറിയുടെ അകത്തളങ്ങളിൽ കയറി മൗര്യഭാവിയുടെ മകുടം ചൂടാൻ തയ്യാറായിട്ടുള്ള സാഹിത്യ നായകന്മാർ നരേന്ദ്രമോദിയുടെ രക്തത്തിനു വേണ്ടി ഇന്നിറങ്ങുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ബഹുമാനപൂർവ്വം അവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവാർഡുകളും പുരസ്കാരങ്ങളുടെയും മുൻപിൽ മനുഷ്യത്വവും ധാർമ്മികതയും പണയം വെക്കുന്നവരാണ് സാംസ്കാരിക നായകർ. ഇവരുടെ നീതിബോധം സാംസ്കാരിക കേരളം വിലയിരുത്തുമെന്ന് BJPയുടെ രാഷ്ട്രീയ പ്രമേയം പറയുന്നു.
ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തത് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രമേയത്തിൽ ഭക്ഷ്യപ്രതിസന്ധി ഇടതു സർക്കാരിനെതിരായ പ്രചരണമാക്കി മാറ്റാനും അതുവഴി പ്രക്ഷോഭം നടത്താനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.